മോദിജി അല്ലേ അദ്ദേഹം രാജ്യത്തെ ഉയർത്താനുള്ളതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ PM കേരള ഫണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരിക്കും വിചാരിക്കുന്ന പോലെ തിരുമണ്ടന്മാരെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സർക്കാരിന് എല്ലാ ഡേറ്റയും സ്വന്തമാക്കി വെക്കാൻ, എല്ലാ കണക്കും ദുരൂഹമായി വെക്കാൻ, എവിടെ നിന്നും പൈസ പിരിച്ചുകൊണ്ട് പോകാൻ, അതെല്ലാം നമ്മുടെ രാഷ്ട്ര വൈഭവത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന കുറേ പമ്പര വിട്ടികളെ ഈ രാജ്യത്ത് ഇവർ സൃഷ്ടിച്ചു. എന്നിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇവർ വർഗീയതയിൽ ഇങ്ങനെ മുങ്ങിത്താണ് കിടക്കണം. എപ്പോഴും അമ്പലവും പള്ളിയും ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഇങ്ങനെ പറഞ്ഞ് ജിം ജിഹാദും ഒക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ മുക്കിയിട്ടേക്കാണ്. എന്നിട്ട് ഇപ്പുറത്ത് നടക്കുന്ന 10,000 കോടി രൂപയ്ക്ക് കണക്കില്ല. വേറെ ഉള്ള 3 ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ കണക്കില്ല. ഇതൊക്കെ ആരാ അറിയണ്ടേ? ജനത്തെ അറിയിക്കാതെ ഇട്ട് ഓടുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് വെച്ചാൽ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ സംസാരിക്കാൻ തയ്യാറാവാത്ത, ഭരണകൂടത്തോട് കണക്ക് ചോദിക്കേണ്ടതില്ലാത്ത മോദിജി അല്ലേ അദ്ദേഹം രാജ്യത്തെ ഉയർത്താനുള്ളതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ PM കേരള ഫണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരിക്കും വിചാരിക്കുന്ന പോലെ തിരുമണ്ടന്മാരെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ എക്കോസിസ്റ്റം മുന്നോട്ട് എത്ര കൊണ്ടുപോകാൻ കഴിയുമോ അത്രയും കാലം ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളിവിടെ ഇരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇത് എവിടെയാണ് ചെല്ലേണ്ടത്? അറ്റ്ലീസ്റ്റ് ഇത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് തോന്നണം ഇത് വലിയ വാർത്തയാക്കാൻ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അത് അവരുടെ കയ്യിലാണ് മൊത്തം. ഫൈനലി കോടതിക്കെങ്കിലും ചോദിക്കണം. ഡൽഹി കോടതി പറയുന്നതൊക്കെ പ്രൈവസി മാറ്റേഴ്സ് ആണെന്ന്. നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 300 രൂപയുടെ കണക്കുമായിട്ട് കോടതി നോക്കി അതിൻ്റെ മുഴുവൻ പേപ്പർ എടുത്ത് കോടതി മേശപ്പുറത്ത് വെപ്പിക്കും. അപ്പോൾ ഇത് നമ്മുടെ കാലത്തെ ഒരു ദുര്യോഗമാണ്. ഏത് തരത്തിലുള്ള സാമ്പത്തിക വൃത്തികേടുകൾ കാണിച്ചാലും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന ആൾക്കാരെ ചാപ്പയടിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം ഭരണകൂടത്തിനുണ്ട്. അതൊരു ഗതികെട്ട കാലമാണ്. നമ്മളതിനെ മറികടക്കുക, അനുഭവിച്ചു പോകുക എന്നുള്ളതല്ല വേറെ വഴിയില്ല.